ഇതിൽ പലതരത്തിൽ ഭക്തന്മാരെ പറ്റിക്കാം എന്നുള്ള ഒരു സ്ഥിതി നിലനിൽക്കുന്നു എന്നുള്ളതും സങ്കടകരമാണ്. കാരണം ഇത് ഈ എന്താണ് ചില ദോഷങ്ങൾ, ശനിദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുവച്ചാൽ മതിയാകും എന്നൊക്കെ ആരെയോ ധരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ കൊണ്ടുപോയി ആർക്കോ വിറ്റിട്ടുണ്ട് ഈ സ്വർണ്ണപ്പാളികൾ എന്ന് അടക്കം റിപ്പോർട്ടിലുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലൊന്നും നിൽക്കില്ല. കാരണം ഈ സ്വർണ്ണപ്പാളികൾ മാത്രമായിരിക്കുമോ പോയിരിക്കുക? ഇപ്പോൾ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് മറ്റേ പാത്രത്തിൻ്റെ ഒരു അഴിമതിയെക്കുറിച്ച്. 1.5 കോടി രൂപയുടെ പാത്രം വാങ്ങിയെന്ന് വ്യാജ രേഖകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് വാങ്ങിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ. അതായത് ഈ അഴിമതിയേക്കാൾ വലിയ അഴിമതിയാണ് അതെന്ന് കണക്കാക്കേണ്ടത്. കാരണം ഇത് 10-35 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വരെയുടെയൊക്കെയുള്ള സ്വർണ്ണം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ കണക്കാക്കാമെങ്കിൽ അത് 1.5 കോടി രൂപ വെറുതെ എഴുതിയെടുത്തിരിക്കുകയാണ് പാത്രം വാങ്ങി എന്ന് പറഞ്ഞാൽ. അങ്ങനെ പാത്രം അവിടെ ഇല്ല. വിജിലൻസ് ആഞ്ഞ് തപ്പിയിട്ടും അങ്ങനെ പാത്രം അവിടെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ എല്ലാ ഉത്തരവാദികളെ കണ്ടെത്തണം. ഈ 9 ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ മാത്രം ഉൾപ്പെടുന്നവരാണോ അതോ മറ്റെല്ലാ കേസുകളിലും ഉൾപ്പെടുന്നവരാണോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ചില പേരുകളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിലും കുറെ കൂടി പേരുകളൊക്കെ ഉണ്ട്. അതെ, ഇതുവരെ കേൾക്കാത്ത പേരുകളുണ്ട്. പല പേരുകളും അതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ 2019 ഇതിൻ്റെ എല്ലാം ഉത്തരവാദികളായിരുന്നവർക്ക് ഇതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല. കാരണം ഞങ്ങൾ അറിയാതെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് മാത്രമല്ല, അന്ന് തന്നെ ഉയർന്നിരുന്ന പല ആരോപണങ്ങളിൽ ഒന്ന് ഈ ദേവസ്വം ബോർഡും വകുപ്പും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെയാണ് പോകുന്നത്. സർക്കാരിൻ്റെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും തമ്മിൽ ഒരു ശത്രുതാ മനോഭാവത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ആരോപണം അന്നേ ഉയർന്നിരുന്നു. അത് ഇവരുടെയൊക്കെ രാഷ്ട്രീയത്തിലെ ഈ പാരമ്പര്യം സംബന്ധിച്ച മൂപ്പിളമ തർക്കം അടക്കം അതിനകത്ത് ഘടകമായിരുന്നു എന്നുള്ളത് ഓർക്കണം. അപ്പോൾ വിചിത്രമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയല്ലല്ലോ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മൂത്തയാൾ ഞാനാണോ അല്ലെങ്കിൽ ഇളയയാൾ അവനാണ് എന്നൊക്കെ കരുതിക്കൊണ്ട് ഒരു സിസ്റ്റത്തിൽ ഇടപെടാൻ പറ്റുന്ന സാഹചര്യമില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാനും പാടില്ല. പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്തൊക്കെ ആ മട്ടിൽ നിരുത്തരവാദപരമായാണ് കാര്യങ്ങൾ നടന്നത് എന്നത് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരുന്നത്.